ഉസ്താദന്മാരുടെ അടുത്ത് വെള്ളമൊന്നും നടക്കൂല. ഉസ്താദന്മാരുടെ അടുത്തൊന്നും നടക്കൂല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു 3 ഉസ്താദന്മാരുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കണ്ടില്ല. തങ്ങൾ കാണേണ്ട ഒരു വീഡിയോ. ഒരു 3 ഉസ്താദന്മാരുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ആ സമയത്ത് ഒരു ഉസ്താദിനെ അവിടെ കഴിക്കാനിരുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ വിളിച്ചു. ഈ ഉസ്താദ് അങ്ങോട്ട് ചെന്നപ്പോ ഈ ചങ്ങാതി ഉസ്താദിനെ ഒറ്റടി. ഈ ഉസ്താദിനെ ഒറ്റടി. ഇവനോർത്ത് മഹാത്മാഗാന്ധി കാണിക്കുന്നത് പോലെ വലത്തെ കവിളിൽ അടിച്ചാൽ ഇടത്തേക്ക് അവിടെ കാണിച്ചു കൊടുക്കുന്ന ഉസ്താദ് കൊടുത്തു നേരെ തിരിച്ചടി. അങ്ങനെ അവസാനം ഓനെ തൂക്കിയെടുത്ത് അവിടെ മൊത്തം അടിച്ച് പൊറോട്ട പോലെ അടിച്ച് തിരിച്ച് ഓൻ അവസാനം അടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉസ്താദ്മാര്. അപ്പൊ ഇനിയിപ്പോ കമ്മിറ്റിക്കാരുടെ കളി നടക്കൂല ഉസ്താദ്മാരുടെ അടുത്ത്. കാരണം ഇപ്പൊ കരാട്ടയും കുങ്ഫു ഒക്കെ ഞാൻ പഠിച്ചതാ. ഞാൻ ദർസി പഠിക്കുമ്പോ കുങ്ഫു കരാട്ട എന്താ പഠിച്ച 2 ദിവസം സാറ് വന്നു. 3-ാമത്തെ ദിവസം സാറ് വന്നിട്ട് പറഞ്ഞു അടിക്കാൻ പറഞ്ഞു. ഞാൻ ഈ സാറ് പറയുന്നത് പഠിച്ചു. കൊണ്ടത് സാറിന്റെ വയറ്റില. സാർ എന്നെ അന്ന് തൂക്കിയിട്ട് അടിച്ചപ്പോ ഞാൻ നിർത്തിയതാണ് കുങ്ഫു. അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയണത് നിങ്ങളുടെ സ്നേഹത്തിൽ പറയും, ഈ 4 കാര്യം ചെയ്യണവരാര് അവര് മരിക്കുമ്പോ എങ്ങനെ മരിക്കും? ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. ചോദിക്കട്ടെ, മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരാള് ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉസ്താദേ എന്നെ അസ്റായിലിനെ പേടിയാ ഉസ്താദേ എന്ന് പറയുന്ന ആരെങ്കിലും ആരുമില്ല. കാരണം എന്തേ? നമ്മുടെ മീസാൻ കല്ല് സാക്ഷിയാ. മരണത്തിന് അടയാളമുണ്ടെന്ന ഒന്ന് നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങൾ നരച്ചാൽ എഴുതി വെച്ചോ മരിക്കാനായി. ശരീരത്തിലെ രോമങ്ങൾ നരച്ചാൽ എഴുതി വെച്ചോ മരിക്കാനായി. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, സ്വന്തം ശരീരത്തിൽ നോക്കിയാൽ മതി. 2 മുതുകു വളഞ്ഞാൽ എഴുതി വെച്ചോ മരണത്തിന്റെ 2ാമത്തെ അടയാളമാണ്. 3 ആരെങ്കിലും ഒരാൾക്ക് നിരന്തരമാകുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ അവരും മരിക്കാനായി. അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മരിക്കല്ലേ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ നിങ്ങളിവിടെ കൊണ്ടുവന്ന കൊല്ലാന നിങ്ങളിവിടെ കൊണ്ടുവന്ന് ആലപ്പുഴ ഇവിടെ വരെ കൊണ്ടുവന്ന കൊല്ലാനാണെന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല. ഞാനും മരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഛർദിച്ച സമയത്ത് ചോര വന്നപ്പോ ഞാൻ പേടിച്ചു മരിക്കാനായോ. ഡോക്ടർ പറഞ്ഞ 2 കാര്യം, ഒന്നെങ്കിൽ അൽസർ അല്ലെങ്കിൽ പ്രസംഗിച്ച് തൊണ്ട പൊട്ടിയിട്ടുണ്ടാകുന്ന പറഞ്ഞു. അല്ലാഹു എന്തായാലും നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് നാളെയും മറ്റന്നാളും വാഴുന്നില്ല. കാരണം എന്റെ അനുജത്തിയുടെ കല്യാണം ഉറപ്പിക്കല. അപ്പൊ സ്വാഭാവികമായിട്ടും നാളെയും മറ്റന്നാളും വാഴുന്നില്ല. ഏകദേശം 83 ദിവസമായി അടുപ്പിച്ചു എന്ന് പറയാൻ. 80 ഞാൻ കൂട്ടി നോക്കിയിരുന്നു, 83 ദിവസമായി. അപ്പൊ തൊണ്ട പൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടി തൊണ്ട പൊട്ടൽ 2 ദിവസം റെസ്റ്റ് ആണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ പറയാ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. 4 വിഭാഗം ആരാ? അതിൽ ഒന്ന് അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇസ്സത്തോടെ മരിക്കണോ, റാഹത്തോടെ മരിക്കണോ? ആദരവാകുന്ന പ്രവാചകനതാ സഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബത്തതാ പറയുകയാ, മരിക്കണം നബിയേ, ഈമാനോടെ മരിക്കണം നബിയേ. മദീനയുടെ നായകനാകുന്ന പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓതിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ എന്റെ പ്രിയമുള്ളവരെ ആദരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ എന്റെ പ്രിയമുള്ളവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ, റാഹത്തോടെ മരിക്കുന്നതാ. റജബ് മാസം എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നല്ലോ. ഞാനും നിങ്ങളും അതാ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും അല്ലാഹ് ബറകത്ത് തരണേ അല്ലാഹ്. അതിനെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ, വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് ആഹ്ലാദമുള്ള, ഒരുപാട് സന്തോഷമുള്ള, ഒരുപാട് മഹത്വമുള്ള റമളാനുണ്ടല്ലോ. ആദരവാക്കണ അല്ലാഹ്. അതിനെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഫീഹി
പിടിക്കാൻ, സദഖ കൊടുക്കാൻ, നന്മകൾ ചെയ്യാൻ, വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓതിയാൽ, ഖുർആനിന്റെ പ്രിയമുള്ളവരെ ആദരിച്ചാൽ, ഖുർആനിലെ എന്റെ പ്രിയമുള്ളവരെ മനഃപ്പാഠമാക്കിയാൽ, അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, മക്കളെ ഹാഫിളാക്കിയാൽ, പെൺമക്കളെ ഹാഫിളത്താക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ, അല്ലാഹു തരുന്ന മഹത്വമെന്താ? അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, വിട പറയുകയാ, മരിക്കുകയാ, റൂഹ് പിരിയുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ് ആശിഖുദാരിന് മരിച്ചിട്ടുണ്ട്, നാട്ടിലെ കാരണവര് മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഉസ്താദ് മരിച്ചിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. പടച്ചവനെ സമവരെ കടന്നു വരികയാ, ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ, കൂട്ടുകാരെ കടന്നു വരികയാ, കൂടപ്പറപ്പിങ്ങള് കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ബന്ധുമിത്രാദികള് കടന്നു വരികയാ, ഉസ്താദന്മാരെ കടന്നു വരികയാ, വിദേശത്തുള്ളവര് കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ, മാതാപിതാക്കള് കടന്നു വരികയാ, സർവരുമതാ ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഇന്നുവരെ വെള്ളം കയറാത്തവരെ, ഇന്നുവരെ കുളിക്കാത്തവരെ നിങ്ങളുണ്ടല്ലോ കുളിപ്പിക്കുകയാ. പടച്ചവനെ കഫം പുടവയിൽ പൊതിയുകയാ, പടച്ചവനെ അത്തറ പൂശുകയാ, നീയതാ കരയുകയാ, വറങ്ങലിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനോട് ആയിഷ ബീവി ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിനോ ഒരു ജനാസയ്ക്കോ ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴാണ് നബിയേ, എപ്പോഴാണ് റസൂലേ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ആയിഷാ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാ, എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ സന്തൂക്കിലേക്ക് കയറ്റുകയാ. സന്തൂക്കിലേക്ക് കയറ്റിയിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ കൊണ്ടുപോകുമ്പോ താങ്ങാൻ കഴിയൂല സഹാബ, താങ്ങാൻ കഴിയൂല ആയിഷ. പടച്ചവനെ കൊണ്ടുപോവുകയാ. ഇന്നുവരെ പള്ളി കാണാത്തവരെ, ഇന്നുവരെ പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ നിന്നെയതാ പടച്ചവനെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് ജനത ഉസ്താദ് പാടി പറഞ്ഞത്, കബറം കേട്ടാൽ ദർശനം ലഭിക്കേണ്ടതാ, കണ്ടാലുടനുവ വിട്ടു നീ കരയേക്കനാ, എനിക്കു പകരോ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ സുബ്ഹാനാ. കബറെന്ന് പറയുമ്പോ, കബറെന്ന് കേൾക്കുമ്പോ, കബറിന്റെ ഫോട്ടോ കാണുമ്പോ, കബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണമെന്ന കർണാടകയിലെ ചെറുപ്പക്കാരാ, അറിയാതെ കരയണമെന്ന കർണാടകയിലെ പെണ്ണുകളെ, എന്തെന്നറിയോ? പാമുള്ള കബറാണ് അല്ലാഹ്, തേനുള്ള കബറാണ് അല്ലാഹ്, ുള്ള കബറാണ് അല്ലാഹ്, ഇരുട്ടുള്ള കബറാണ് അല്ലാഹ്. വാരിയെല്ലുകൾ പോലും മോനെ ഒടിച്ചു കളയുന്ന കബറാണ്, കബറാണ് കബറോ. കബറിലേക്ക് പടച്ചവനെ ഇറക്കി വെക്കുകയാ. ഒന്നാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ ലോകമുണ്ടല്ലോ അവസാനിക്കുകയാ. രണ്ടാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ ചറയായ അല്ലാഹ്
കിലോമീറ്റർ കണക്കാണ് ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, തലയുടെ തൊട്ടുമുകളിലോ കടന്നു വന്നുകൊണ്ട് കത്തിച്ചൊലിക്കുകയാ. ഞാനും നിങ്ങളുമുണ്ടല്ലോ കരയുകയാ, കുളിക്കുകയാ, അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, സ്വർഗമാണോ നരകമാണോ, കൗസറാണോ, നന്മയുടെ പ്രതിഫലമാണോ, തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ രണ്ടുപേര് അല്ലാഹുവിന്റെ പരലോകത്ത് ഇങ്ങനെ കടന്നു വരികയാ. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ തലയിലുണ്ടല്ലോ താജുൽ സൂര്യനെക്കാള് പ്രഭയുള്ള കിരീടമാ. അവരിങ്ങനെ പട്ടിന്റെ വസ്ത്രം ധരിച്ചിരിക്കുകയോ, അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അവരാരാ അവരാരാ? അള്ളാഹു പറയുകയാ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചവരാ, മക്കളെ ഹാഫിളാക്കിയവരാ, പെൺമക്കളെ ഹാഫിളത്താക്കിയവരാ, അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കർണാടകക്കാരെ, ആ ഖുർആനിനെ ആരെങ്കിലും ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആദരിച്ചു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോട് ഇസ്സത്തോടെ മരിക്കാൻ കഴിയുമെന്ന് ലോകത്തിന്റെ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ മക്കളെ ഖുർആൻ പഠിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് നാളെ പടച്ചവന്റെ പരലോകത്ത് താജുൽ വഖാർ എന്ന് പറയുന്ന സൂര്യനേക്കാൾ പ്രഭയുള്ള കിരീടവും നല്ല മനോഹരമാകുന്ന പട്ടിന്റെ വസ്ത്രമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എഴുതി വെച്ചോ, ഖുർആൻ ഓതുന്നവരാരാ, അതിനെ സ്നേഹിക്കുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരാ, അവരാണ് ഇൻഷാ അല്ലാഹ് നാളെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മനോഹരമാകുന്ന പള്ളി നമ്മുടെ പള്ളിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണത്തോടെ പല നാട്ടിലെയും ആളുകളുടെ പൈസ കൊണ്ട് നമ്മൾ ഈ പള്ളി പണിതു. ഞാൻ പറയാ പള്ളി വെറുതെ പണിതിട്ടാ പോരാ, അവിടെ ഇബാദത്ത് ചെയ്യണം. അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി അല്ലാഹുവിനെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനം അവന്റെ പള്ളിയാണ് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ നല്ല പള്ളി, ആ പള്ളിക്കകത്ത് കയറി വൃത്തിയും ശുദ്ധിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം ഇൻഷാ അല്ലാഹ്. ഖുർആൻ ഓതണം. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, റഹ്മത്തിലാക്കണേ അല്ലാഹ്. ഞാൻ പറയാ ഖുർആൻ എന്നാൽ അത്ഭുതമാണ്. ഖുർആൻ എന്നാൽ അത്ഭുതമാണ്. ഇപ്പോ മലബാർ ഭാഗത്തൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, നനച്ചുകുളി. എന്താ പറയണേ? നനച്ചുകുളി. നിങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ റമദാനിന് മുമ്പ് പള്ളിയും വീടുകളും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. പള്ളിയും വീടുകളും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നമ്മള് ഒരു 2-3 വർഷം കഴിയുമ്പോ ഈ പള്ളിക്കകത്ത് ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് എവിടാൻ നോക്കണം. ഈ പള്ളിക്കകത്ത് ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് എവിടാൻ നോക്കണം. നമ്മുടെ ഉസ്താദിന്റെ മുറിയിലാണോ, കാർപ്പറ്റിലാണോ, ഫാനിലാണോ, ടെറസിലാണോ, ടൈൽസിലാണോ, എവിടാൻ നോക്കണം. എന്റെ പ്രിയപ്പെട്ടവർ, അവിടെ ഒന്നും പൊടി ഉണ്ടാകൂല. ഖുർആൻ ഇരിക്കണ ഷെൽഫിലായിരിക്കും ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകുക. കാരണം എന്തേ? പലരും ഇന്ന് ഖുർആൻ തൊടാൻ മടിച്ചിട്ട് അവർ ഇങ്ങനെ മാറാലയും മറ്റു പൊടികളും ഇങ്ങനെ അടിച്ചിരിക്കും. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാന് ഒരു പള്ളിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഖുർആൻ എടുത്ത് ഓതാൻ നോക്കുമ്പോ യാസീൻ സൂറത്തിന്റെ അകത്ത് ഒരു മുബീനിൽ ഒരു പല്ലി ചത്തിടക്കാം. ഈ ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ യാസീൻ സൂറത്തിൽ ഒരു മുബീനിൽ ഒരു പല്ലി ഇങ്ങനെ മുത്തം കൊടുത്ത് ഇങ്ങനെ ചത്തിടക്കാം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വല്ലപ്പോഴും ഖുർആൻ എന്ത് ചെയ്യണം? എടുത്തോതണം. ഇപ്പോ ഈ വീട് താമസത്തിന്റെ അന്ന് നമ്മളൊരു പുതിയ വീട് വെച്ചത് താമസിക്കുന്നതെന്ന് എന്ത് ചെയ്യും? നിങ്ങളെ ഹിയാത്തങ്ങളെ വിളിച്ചിട്ട് പറയും, തങ്ങളുടെ ബർക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് തുറക്കാൻ പറയൂലേ? ഇപ്പൊ നേരത്തെ നമ്മുടെ പള്ളി ബഹുമാനപ്പെട്ട താക്കോൽ ഉസ്താദ് നമുക്ക് തുറന്ന് ഉദ്ഘാടിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും? സയ്യിദ് അബൂലുകളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ താക്കോല് കൊണ്ട് വീട് തുറപ്പിക്കും. വീട് തുറപ്പിക്കുമ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും? പഠിച്ചവനെ കയ്യിൽ ഒരു ഖുർആനൊക്കെ പിടിച്ചിട്ട് സുബഹിയുടെ സമയത്ത് എന്ത് ചെയ്യും? വീടിന്റെ അകത്തോട്ട് കയറും. വീടിന്റെ അകത്തോട്ട് കയറിയിട്ട് ആ ഷെൽഫിന്റെ അകത്ത് ഈ ചങ്ങാതി അന്ന് വലിയ വെച്ചതാ ഖുർആൻ. പിന്നെ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടാവില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവൻ ആ ഖുർആൻ
ഖുർആനിന്റെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ ഓടുമ്പോഴൊക്കെ ഖുർആൻ പറയടാ എന്നെ നോദടാ ഞാൻ ഓതില്ല. എടാ എന്നെ ഒന്ന് ഓതടാ എടാ എന്നെ ഒന്ന് നോക്കടാ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോണ ചങ്ങാതിമാർ അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ ഖുർആനിനെ സ്നേഹിക്കുന്നവർ, ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ എഴുതി വെച്ചു ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഖുർആൻ എന്നാൽ അത്ഭുതങ്ങളുടെ കലവറയാണ്. കൈവേദന, കാലുവേദന, മുട്ടുവേദന. ഇനിയിപ്പോ റമളാൻ വരിക, ചില ആളുകളൊക്കെ ഉസ്താദ്മാരെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു മസലയുണ്ട്, ഉസ്താദേ റമളാൻ ഉസ്താദേ ഇരുന്ന് നിസ്കരിച്ചോട്ടെ, കാലിൽ ചെറിയൊരു കൊതുക് കുത്തി ഉസ്താദേ, കുരു വന്നു ഉസ്താദേ, സുജൂദ് ചെയ്യാൻ മുട്ടു വെക്കാൻ പറ്റൂല ഉസ്താദേ എന്ന് പറയുന്ന ചില ചങ്ങാതിമാര്. ചില താത്താമാരുണ്ട്, 4 പെറ്റു ഉസ്താദേ, 5 പ്രസവിച്ചു ഉസ്താദേ, അതുകൊണ്ട് സുജൂദ് ചെയ്യാൻ മടങ്ങു ഉസ്താദേ പറ്റൂല, നടുവ് മടങ്ങൂല ഉസ്താദേ എന്ന് പറയുന്ന ചില താത്താമാരുണ്ട്. ഇവരുടെ മുമ്പിൽ ഒരു സ്വർണ്ണത്തിന്റെ മോതിരിട്ട് കൊടുത്താൽ ഒരു കുനിഞ്ഞെടുക്കൂലേ? എടുക്കും. ഈ മുട്ടുമടങ്ങൂലെന്ന് പറയുന്ന ചില വാപ്പമാരുടെ മുമ്പിൽ 500 നോട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും കുനിഞ്ഞെടുക്കൂലേ? എടുക്കും. പക്ഷേ അല്ലാഹുവിന്റെ പള്ളിയിൽ സുജൂദ് ചെയ്യാൻ, വീട്ടിൽ സുജൂദ് ചെയ്യാൻ നമ്മളെ പ്രിയപ്പെട്ടവരെ കഴിയണില്ല. മുട്ടുവേദന, കാലുവേദന, സന്ധിവേദന, ജോയിന്റുകൾക്ക് വേദന. ഈ വേദനയുള്ളവർ ഏത് സൂറത്ത് ഓതണ്ടേ? സൂറത്തുൽ ളുഹ. സൂറത്തുൽ ളുഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ സൂറത്ത് ആരാണോ മുഴുവനായിട്ട് മോദിയിട്ട് കയ്യിൽ നിഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ഒന്ന് തടവിയാൽ അവരുടെ വേദനകൾക്ക് പരിഹാരമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. നീ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവില്ല, മഹിമ നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചോദിച്ചു, കാസർഗോഡ് സ്ഥലത്ത് നിന്ന് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. അള്ളാഹുവേ കുറെ പേര് പൊക്കി, അതിൽ 90% പെണ്ണ് കെട്ടിയവർ. മഹിമ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അപ്പൊ കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കുരിയയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ലൈവുകാരൻ തിരിച്ച് കാണിച്ചു കൊടുക്കണം, കാരണം അവിടെ സ്ക്രീൻ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കർണാടകയിൽ പുരുഷരക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പുരുഷരക്കട്ടെ. ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, യമാനി ഉസ്താദ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, യമാനി ഉസ്താദിന്റെ കല്യാണം അപ്പൊ ഞാൻ പറയണത്, ഞാൻ ആ പുരുഷരക്കട്ടെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ പുരുഷരക്കട്ടെ ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് കൈവക്കാൻ പറഞ്ഞു. ഒരാളും പൊക്കിയില്ല. അപ്പൊ ഞാൻ ഓർത്തിന് എന്റെ ഭാഷ മനസ്സിലാകാനായിരിക്കും. പിന്നെയും ചോദിച്ചു, ആംഗ്യത്തിലൊക്കെ കാണിച്ചു കൊടുത്തു, പുരുഷരക്കട്ടെ ലഭിച്ച നിക്കാഹ് ചെയ്ത ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ കൈവക്കാൻ പറഞ്ഞു. അപ്പോഴും ആരും പൊക്കിയില്ല. ഞാൻ മൂന്നാമത് വീണ്ടും സഹിയിട്ട് ചോദിച്ചു, ഇവിടെ പുരുഷരക്കട്ടെ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് കൈവക്കാൻ. അപ്പൊ പള്ളിയുടെ ആരോ സെക്രട്ടറി പ്രസിഡന്റ് കണ്ട പുറകെ എണ്ണിച്ചിട്ട് പറയും, ഉസ്താദേ ഇവിടെയോ സമാധാനമില്ല, ഇനി അവിടെ എന്തിനാ ഉസ്താദേ കളയണം? ഇവിടെയോ സമാധാനമില്ല, എന്തിനാ ഉസ്താദ് അവിടെ കളയണം? അല്ലാഹു കാത്തിരിക്കട്ടെ. എന്നോടൊരു ഉമ്മ പറഞ്ഞു, ഉസ്താദേ എന്റെ മകനിക്ക് 26 വയസ്സുണ്ട്. എന്റെ മകനിക്ക് 26 വയസ്സുണ്ട്. അവൻ വീട്ടിൽ കയറണത് രാത്രി 1:30 മണി 2 മണിക്കാണ് ഉസ്താദ് അവൻ വീട്ടിൽ കയറുന്നത്. വീട്ടുകാരൊക്കെ ഉണ്ട് കറങ്ങിയിട്ട് 1:30 മണി 2 മണിക്കാണ് കയറുന്നത്. ഇവനെ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഉസ്താദേ ഒരു പെണ്ണി ഇവരുടെ ജീവിതത്തിൽ വന്നാൽ ഇവൻ 10 മണിക്കൊക്കെ വീട്ടിൽ കയറുമല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു, ഉമ്മ ഇവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു? ഇവൻ 10 മണിക്ക് കയറുന്നുണ്ടോ? ആ ഉമ്മ കരഞ്ഞിട്ട് പറയും, ഉസ്താദേ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ കയറി 1:30 മണിക്ക്, കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറി 3:30 മണിക്ക്. മഹിമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അപ്പോ കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം 4 കെട്ടാമെങ്കിലും 1 കെട്ടിയവനറിയാം അതിന്റെ പാട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരായത്ത് പറയാൻ ഓതുവോ? മക്കളില്ലാത്തവര്, ഉസ്താദ് 5 കൊല്ലമായി മക്കളില്ല, 6 കൊല്ലമായി മക്കളില്ല. എന്റെ ഒരു കൂട്ടുകാരുണ്ട് മലപ്പുറം ജില്ലയില, ഓൻ എല്ലാ കൊല്ലവും വിളിച്ചിട്ട് പറയും, ഉസ്താദേ 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്
മക്കളില്ല. 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ നാട്ടിൽ വഴതിന് പോകുമ്പോൾ 9 കൊല്ലമായി അവന്റെ കല്യാണം കഴിഞ്ഞു 10ാമത്തെ കൊല്ലത്തിലേക്ക് കടന്നു. എനിക്കൊരു മെസ്സേജ് അയച്ചു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു എന്തേ വല്ലാത്ത സന്തോഷം? അതെ, കല്യാണം കഴിഞ്ഞു 10 കൊല്ലമായി ഭാര്യ ഗർഭിണി. കല്യാണം കഴിഞ്ഞു 10 കൊല്ലമായി ഭാര്യ ഗർഭിണി. സന്തോഷമുണ്ട് ഉസ്താദേ. അങ്ങനെ കണ്ടു, ദുആ ചെയ്തു, കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ തന്നു വിട്ടു. അല്ലാഹുവേ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു ഭാര്യ വീണ്ടും ഗർഭിണിയായി. ഞാൻ തമാശക്ക് വെച്ചു ഭാര്യ വീണ്ടും ഗർഭിണിയായോ? അപ്പോൾ പറഞ്ഞു, ഉസ്താദേ കളിയാക്കല്ലേ ഉസ്താദേ, എനിക്ക് പിന്നെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർമാര് പറഞ്ഞത് വയറ്റിൽ ഇരട്ട കുട്ടികളാണ്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഡബിൾ ഓംപ്ലേറ്റ്, ഡബിൾ സ്ട്രോങ്. അല്ലാഹു 9 കൊല്ലമായിട്ട് അല്ലാഹു മക്കളെ കൊടുത്തില്ല. 10ാമത്തെ കൊല്ലമായപ്പോ അല്ലാഹു മക്കളെ കൊടുത്തു. ഓന് ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ ഒരു ആയത്ത് ഓതിവൻ. ഖുർആനിലെ ഒരു ദുആ ഓതിവൻ. ഏതാ? മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു ഖുർആൻ എന്നാൽ അത്ഭുതമാ. ആ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്, ദുആയുണ്ട്. ഈ ആയത്തും ദുആയും ആരാണ് ഓതുന്നത് അവന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, അവന്റെ മക്കളിലും സന്തോഷം ഉണ്ടാകും. അല്ലെ? കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സമാധാനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ആലോചിച്ചോ? നിങ്ങൾ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടു, തോട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി നിങ്ങൾ എല്ലാ കൃഷിയും ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് വീട്ടിൽ കയറിച്ചില്ല. ആ സമയത്ത് ഭാര്യ നിങ്ങൾക്ക് സമാധാനം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ അവസ്ഥ ചിന്തിച്ചു നോക്കി. എത്രയോ സഹോദരിമാര് കരഞ്ഞിട്ടാ പറയണമെന്നറിയോ? ഉസ്താദേ, ഭർത്താവ് കള്ളു കുടിക്കൂ ഉസ്താദേ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാ ഉസ്താദേ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലൊന്ന് കിടക്കാമെന്ന് പറഞ്ഞു വരുമ്പോ ഭർത്താവ് എന്ന് പറയുന്ന നമുക്ക് കള്ളു കുടിച്ച് വന്നിട്ട് ഞങ്ങളെ സൗകര്യം കെടുത്ത ഉസ്താദേ എന്ന് പറയുന്ന എത്ര സാധുക്കളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, മക്കളിൽ ബറക്കത്തുണ്ടാകാൻ, മക്കളുണ്ടാകാൻ ഏത് ആയത്താ ഓതണ്ടേ, ഏത് സൂക്തമാ ഓതണ്ടേ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യദാ പറയുകയാ. ഏതാണ് ആയത്തെന്നറിയോ? ദുആയെന്നറിയോ? സൂക്തമെന്നറിയോ? ആദിനമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ. ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ ഈമാനോടെ മരിക്കുമെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഏതാണ് ദുആ എന്നറിയോ? ആയത്തെന്നറിയോ? 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുക്കുക. കാണാപ്പാടെ പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെയതാ പഠിച്ചുകൊള്ളുക. ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെയതാ പഠിച്ചുകൊള്ളുക. ലൈവിലൂടെ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെയതാ പഠിച്ചുകൊള്ളുക. ആയത്തേതാ, ദുആയേതാ, സൂക്തമേതാ? റബ്ബനാ أعين وجعلنا للمتقين إماما. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ഓതിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബ ജീവിതത്തിലോ അവന്റെ മക്കളിൽ അവന്റെ ദാമ്പത്തിക ജീവിതത്തിലോ അല്ലാഹു പടച്ചതമ്പുരാൻ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ للمتقين إماما.
നൂറുകണക്കാന പാപങ്ങളുടെ കുടുംബ ജീവിതത്തിലോ മക്കളിലോ ദാമ്പത്തിക ജീവിതത്തിലോ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഒരു വേദനിപ്പിക്കുന്ന ചരിത്രത്തിലേക്ക് കടക്കാൻ പോകുകയാ. ഒരു ഗുണമാനമുള്ളോ ഈമാൻ വരുന്നു, ഇഖ്ലാസ് വരുന്നു, പടച്ചവനോട് സ്നേഹം വരുന്ന ഒരു ചരിത്രമാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രമാണ്. ഉസ്മാൻ തങ്ങളാരോ? ഉസ്മാൻ തങ്ങള് ഒരിക്കലൊരു ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോകുന്നു. ഉസ്മാൻ തങ്ങളതാ കരയുകയാ, സങ്കടപ്പെടുകയാ. സഹാബത്ത് കടന്നു വരികയാ. സഹാബത്ത് ഓടി വന്ന് ചോദിക്കുകയോ, എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ വിരഹിക്കുന്നത്? ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഈ ഖബറിലേക്ക് എന്നെയതാ ഇറക്കി വെച്ചാൽ, ഈ ഖബറിലേക്ക് എന്നെയതാ ഖബറടക്കി കഴിയാൽ, ഈ ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാ, കൂട്ടുകാരില്ല, കൂടെ പറപ്പികളില്ല, അയൽവാസികളില്ല, ശത്രുക്കളില്ല, ബന്ധുമിത്രാദികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുതിരുന്ന ഉസ്മാൻ തങ്ങള് ഇസ്ലാമിന്റെ ഖലീഫയുടെ പ്രിയമുള്ളവരെ ആകുകയാ. ഉസ്മാൻ തങ്ങൾ ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ അതാ കൊല്ലാൻ ശത്രുക്കളെ പ്രിയമുള്ളവരെ ഊരി പിടിച്ച കടാരയായി കടന്നു വരികയാ. ഉസ്മാൻ തങ്ങള് പടച്ചവനെ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാനായിട്ട് ശത്രുക്കളെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ നാദാ ഉസ്മാൻ തങ്ങളുടെ ഭാര്യന്റെ പ്രിയമുള്ളവരെ വീടിന്റെ വാതിലുണ്ടല്ലോ അടച്ചിടുകയാ, കുത്തിയിടുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുകയാ, ആരോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ, അല്ലാഹുവേ പടച്ചവനെ രക്ഷിക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്, സമാധാനം തരണേ അല്ലാഹ്. ഉസ്മാൻ തങ്ങൾ പതറുന്നില്ല, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ല, ഉസ്മാൻ തങ്ങൾ കരയുന്നില്ല, ഉസ്മാൻ തങ്ങൾ വിറക്കുന്നില്ല. ഉസ്മാൻ തങ്ങൾ പടച്ചവനെ തമ്പുരാനേ നോമ്പുണ്ടല്ലോ പിടിക്കുകയാ, സുന്നത്ത് നോമ്പ് നോക്കുകയാ, ഒന്നാമത്തെ ദിവസം അതാ നോക്കുകയാ. പടച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ, പടച്ചവനെ നിസ്കരിക്കുകയാ. മഗ്‌രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല, പഴങ്ങളില്ല. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങള് പടച്ചവനെ നോമ്പെടുക്കുകയാ. മഗ്‌രിബിന്റെ സമയമാകുമ്പോ കഴിക്കാതെ ഭക്ഷണമില്ല, കുടിക്കാതെ വെള്ളമില്ല. മൂന്നാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളതോ നോമ്പെടുക്കുകയാ. പടച്ചവനെ മഗ്‌രിബിന്റെ സമയമാകുമ്പോ കഴിക്കാതെ ഭക്ഷണമില്ല, കുടിക്കാതെ വെള്ളമില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഉസ്മാൻ തങ്ങളതോ കരയുന്നില്ല. ഉസ്മാൻ തങ്ങൾ ഖുർആൻ എടുക്കുകയാ. ഉസ്മാൻ തങ്ങൾ മനോഹരമാകുന്ന ശബ്ദത്തിന്റെ ഉടമയാ, മനോഹരമാകുന്ന ശൈലിയുടെ ഉടമയാ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പടച്ചവനെ ഖുർആൻ ഓതുകയാ. ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് ഭാര്യയുണ്ടല്ലോ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ശബ്ദമുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് കടന്നു പോകുകയാ. ശത്രുക്കളെ പ്രിയമുള്ളവരെ കേൾക്കുകയാ. അവരതാ പരസ്പരം പറയുകയാ, ഉസ്മാന് പേടിയില്ല, ഉസ്മാന് തളർച്ചയില്ല, ഉസ്മാന് വിറങ്ങലിക്കുന്നില്ല, ഉസ്മാനെ കൊല്ലണമല്ലോ, ഉസ്മാനെ അറുക്കണമല്ലോ, ഉസ്മാനെ വെട്ടണമല്ലോ. യോദാ പറയുകയാ. ഊരി പിടിച്ച കടാരയെടുക്കുകയാ, വീടിന്റെ വാതില് പൊളിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ നേരെയുണ്ടല്ലോ ശത്രുക്കളതാ ഊരി പിടിച്ച കടാരയെടുത്തുകൊണ്ട് കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ പ്രിയമുള്ളവര് ഉസ്മാൻ തങ്ങളെ കൊല്ലാനും ഒന്ന് ശത്രുക്കളുടെ കടാരയിലേക്ക് പിടിക്കുകയാ. കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, വെട്ടല്ലേ,
ഭർത്താവ് പാവമാണ്, കൊല്ലാതെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ, എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുമ്പോ, ഒരുപാട് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ശത്രുക്കളതാ മുറിക്കുകയാ, അറുക്കുകയാ, വലിച്ചെറിയുകയാ. ഒരുപാട് തങ്ങൾ അറിഞ്ഞില്ല. ഒരുപാട് തങ്ങള് ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓതുകയോ, ഒരുപാട് തങ്ങള് ഖുർആനിന്റെ പ്രിയമുള്ളവരെ ലയിക്കുകയാ. ഒരുപാട് തങ്ങളതോ പടച്ചവനെ ഖുർആൻ ഓതുമ്പോ ഒരുപാട് തങ്ങളുടെ നേരകന്റെ പ്രിയമുള്ളവര് ശത്രുക്കളതാ കടന്നു വരികയാ, പിടിച്ച കടാരികളെടുക്കുകയാ. ഒരുപാട് തങ്ങളുടെ കൈകളിലേക്കോ, കാലുകളിലേക്കോ, കഴുത്തിലേക്കോ, നെഞ്ചിലേക്കോ, അടിവയറ്റിലേക്കോ ആര് വെട്ടുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളിയുണ്ടല്ലോ, ഒരു പർവ്വതം ഇങ്ങനെ തകർന്ന് വീഴുന്നത് പോലെ വീഴുകയാ. കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുകയാ. ഒരുപാട് തങ്ങളെ പുഞ്ചിരിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തങ്ങള് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുമ്പോ എന്തുകൊണ്ടാ ഒരുപാട് തങ്ങൾ ഖുർആൻ ഓതിയവരാ, തങ്ങൾ ഖുർആൻ ഓതിയവരാ, അബൂബക്കർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, അലിയാർ തങ്ങൾ ഖുർആൻ ഓതിയവരാ, ബിലാൽ തങ്ങൾ ഖുർആൻ ഓതിയവരാ. അതുകൊണ്ട് പറയുകയോ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചാൽ, അതിനെ ആദരിച്ചാൽ, അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ ഇസ്സത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ ഉസ്മാൻ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോ ഉസ്മാൻ തങ്ങൾ മരിക്കണ സമയത്ത് ഖുർആൻ ഓതിവരാ. ഉസ്മാൻ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ഖുർആൻ ഓതിവരാ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും അലിയാർ തങ്ങളും സൽമാൻ തങ്ങളും ബിലാൽ തങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ഖുർആൻ ഓതിവരാ, അതിനെ സ്നേഹിച്ചവരാ, അതിനെ ആദരിച്ചവരാ. അതുകൊണ്ട് പറയാ, ഖുർആൻ ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നാളെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഒരു പേജ് ഖുർആനെങ്കിലും ഓതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ആരെങ്കിലും ഉണ്ടോ? 1 2 3 4 5 6 7 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കുറച്ച് പേരൊന്നും നോക്കിയിട്ടില്ല. ഞാൻ പറയാ, ഒരു പേജ് ഒരായത്തെങ്കിലും ഞാനെങ്കിലും ഓതിയിട്ട് കിടക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എത്ര തിരക്കാണെങ്കിലും, വണ്ടിയിലാണെങ്കിലും ഖുർആനിൽ അല്ലേ, ഓതാ മൊബൈലിൽ ഖുർആൻ ആപ്ലിക്കേഷൻ അല്ലേ, ചെറിയ ഖുർആൻ കിട്ടാറുണ്ട്. നമ്മളെ കൊണ്ട് ഓതാൻ എങ്ങനെയൊക്കെ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഓതാൻ കഴിയും. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നമുക്കറിയാവുന്ന ഒരായത്തെങ്കിലും നമ്മൾ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഓതിയിട്ട് കിടക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, കബൂലാക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കണം. ഉസ്താദേ ഖുർആൻ ഓതാതെ കിടക്കൂല എന്നൊരു തീരുമാനം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളും എടുക്കണം. അങ്ങനെ തീരുമാനമെടുത്താൽ, അതിനെ ഊതിയാൽ, അതിനെ ആദരിച്ചാൽ, അതിനെ ബഹുമാനിച്ചാൽ മരിക്കുമ്പോൾ ഈ മരിക്കാൻ സ്വീകരിക്കണേ. നമ്മളെ കൊണ്ട് ഒരു ദിവസം അവന്റെ കുടുംബ ജീവിതത്തിൽ ആയിരക്കണക്കാണ്
ഹത്തുമുകൾ ഡെയിലി തീർത്തുന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ നൂറുകണക്കാன ഹത്തുമുകൾ ഡെയിലി തീർത്തുന്ന ചരിത്രം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, നമ്മളെ കൊണ്ട് എത്രത്തോളം ഹത്തുമുകൾ തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. പക്ഷേ ദിവസം നമ്മളെ കൊണ്ട് എത്രത്തോളം ഓതാൻ കഴിയോ അത്രത്തോളം നമ്മൾ എന്നെ പ്രിയപ്പെട്ടവർ ഓതണം. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അപ്പോൾ ഒന്ന് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള ഒന്നാമത്തെ അമല് ഖുർആൻ ഓതല, അതിനെ സ്നേഹിക്കല, അതിനെ ആദരിക്കല. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. മക്കളെ എന്ത് ചെയ്യണം? ഖുർആൻ പഠിപ്പിക്കാൻ മദ്രസയിൽ പറഞ്ഞു. ചില ഉമ്മമാരുണ്ട് സ്കൂളിൽ പരീക്ഷയാണെങ്കിലും മക്കളെ എന്ത് ചെയ്യൂല, മദ്രസ വിടൂല. സ്കൂളിൽ പരീക്ഷയാണെങ്കിൽ മക്കളെ മദ്രസയിൽ വിടൂല. അപ്പൊ ഇവിടെ കൊണ്ടോ അറിയത്തില്ല. 7 മണിക്ക് മക്കൾ വരും, രാവിലെ മദ്രസയിൽ വരും 7 മണിക്ക്. എന്നിട്ട് 7:15 എന്താന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് സ്കൂൾ ബസ് വരും. സ്കൂൾ ബസ് വരും. ഇവിടെ ഉണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. ഈ സ്കൂൾ ബസ് നേരത്തെ വരുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മദ്രസ വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന ചില മക്കൾ അല്ലാഹു ഹീമ നൽകട്ടെ, കാത്തിരിക്കട്ടെ. ഞാൻ തമാശ അല്ല. ചില ഉമ്മമാര് സ്കൂളിൽ പരീക്ഷ ആണെങ്കിൽ റൂമിൽ കുറ്റിയിട്ട് പഠിക്കണം. മറ്റേ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി പഠിപ്പിക്കുക. അവസാനം മാർക്ക് വരുമ്പോൾ 80 മുട്ട 83. കാരണം എന്തേ? ഖുർആൻ പഠിക്കേണ്ട സമയത്ത് ഖുർആൻ പഠിക്കണം, ഇൽമു പഠിക്കേണ്ട സമയത്ത് ഇൽമു പഠിക്കണം. രണ്ടും വേണം. നമ്മുടെ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസവും വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടതാ, ഒരു ചെറുപ്പക്കാരനെ എന്റെ പ്രിയപ്പെട്ടവരെ സ്കൂളില് റാഗിങ്ങിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാര് കെട്ടിത്തൂക്കിയത്. അല്ലാഹു ഹീമ നൽകട്ടെ, കാത്തിരിക്കട്ടെ. നിങ്ങൾ വിദ്യാഭ്യാസം കൂടി വരുന്നുണ്ട്. കേരളത്തില് ഒരു പ്രദേശത്ത് ഒരു കോളേജില് ഒരു കുട്ടിയെ, ഒരു ആണ്ടിയെ എന്റെ പ്രിയപ്പെട്ടവരെ റാഗിങ് ചെയ്ത് മാനസികപരമായി പീഡിപ്പിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. എന്നാലേ ഖുർആൻ ഓതണം, അതിനെ സ്നേഹിക്കണം, അതിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം. എന്നാൽ ഈമാനോടെ മരിക്കാൻ കഴിയും. രണ്ട് അതിരമാകുന്ന പ്രവാചകനതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, സഹാബാ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പള്ളികളിൽ മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളികളിലേക്ക് കടന്നു വരുന്നവരാരാ? ഇബാദത്ത് ചെയ്യുന്നവരാരാ? നമസ്കരിക്കുന്നവരാരാ? ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യുന്നവരാരാ? പടച്ചവനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാരാ? അവരാണ് മോനെ മരിക്കുമ്പോ, ഈമാനോടെ മരിക്കുമ്പോ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, ഖുർആൻ ഓതിയിട്ട് പറയുകയാ, ഏതെന്നറിയോ? നമസ്കരിക്കുന്നവർക്ക് വൈരെന്ന് പറയുന്ന നരകമാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുമ്പോ നമസ്കരിക്കുന്നവർക്കോ, ഇബാദത്ത് ചെയ്യുന്നവർക്കോ, സുജൂദ് ചെയ്യുന്നവർക്കോ വൈരെന്ന് പറയുന്ന നരകമാ. സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്കോ, ഇബാദത്ത് ചെയ്യുന്നവർക്കോ, സുജൂദ് ചെയ്യുന്നവർക്കോ, നിസ്കരിക്കുന്നവർക്കോ വൈരെന്ന് പറയുന്ന നരകമുണ്ടല്ലോ. എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഈ കാണുന്ന ഈ കുരിയയിലെ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിസ്കരിക്കുന്നവരാ, അത് തങ്ങൾക്ക് കാണാതെ നമസ്കരിക്കുന്നവരാ, കമ്മറ്റി കാണാതെ നമസ്കരിക്കുന്നവരാ, ഉസ്താദ് കാണാതെ നമസ്കരിക്കുന്നവരാ, ഭർത്താവ് കാണാതെ നമസ്കരിക്കുന്നവരാ, നാട്ടുകാര് കാണാതെ നമസ്കരിക്കുന്നവരാ. പാടില്ല
പിന്നെ പ്രവാചകരതാ പറയുകയാ മരിക്കുമ്പോ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വിട പറയണമെങ്കിലോ പ്രകാശിച്ചുകൊണ്ട് മരിക്കണമെങ്കിലോ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ അതുപോലെ നിസ്കരിക്കണം, ഇഖ്ലാസോടെ നിസ്കരിക്കണം, തഖ്വയോടെ നിസ്കരിക്കണം. എന്നാൽ അവനാണ് ദുനിയാവിലെ രണ്ടാമത്തെ ഭാഗ്യവാനെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ